എൻ്റെ മോനെ ഒരു രക്ഷയില്ല. മഹാലക്ഷ്മി സിൽക്സ് അടിപൊളിയാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ക്രിസ്മസ് വർക്ക് ചെയ്തിരിക്കുന്ന ഇവരാണ്. ഒരു രക്ഷയില്ല. അവിടെ ഒന്ന് ഇറങ്ങി ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ബ്ലോക്ക് ആയതിന് കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഏറ്റുമാനൂർ ശിവക്ഷേത്രമാണ്. ഇതാണ് മക്കളെ വാഴക്കുളം ഗോഡൗൺ. വാഴക്കുളം എന്ന് പറയുന്നത് നമ്മുടെ മൂവാറ്റുപുഴ കഴിഞ്ഞിട്ട് പെരുമ്പാവൂർ റൂട്ടിലാണ്. പെരുമ്പാവൂർ പോകണ്ട, അതിനിപ്പുറം വെച്ച് തന്നെ നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പം ഇവിടുന്ന് എറണാകുളം തൃശ്ശൂരൊക്കെ അടുത്താണ്. ഒരു 40-30 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. നമ്മളിവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ട് അവർ പറഞ്ഞ് നോക്കട്ടെ എങ്ങനെയാലും ഇറക്കി വിടാന്ന് പറഞ്ഞിട്ട് അൾട്രാടെക് മൊത്തം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അൾട്രാടെക് ഭയങ്കര ഓർഡറാണ്. അത് 3 വണ്ടിയാണ് അൾട്രാടെക്കിന്റെ വണ്ടി കിടക്കുന്നത്. നമ്മൾ പിന്നെ അവന്മാരെ എങ്ങനെയാണ്ടൊക്കെ പറഞ്ഞ് അതൊക്കെ കയറ്റിയിട്ട് ഇതാണ് ഗോഡൗൺ അകമാണ്. ഇവിടെ ഇട്ട് ലോഡ് ഇറക്കി മൊത്തം ഇറക്കി വെക്കുവാണ്. നമ്മുടെ ഓർഡർ ഒന്നും അവർ വരുന്നത് നോക്കാൻ നിന്നില്ല. എല്ലാം നമ്മുടെ ഗോഡൗണിൽ തന്നെ ഇറക്കി വെച്ചതാണ്. സാധാരണ നമ്മൾ ഐസിഎൽ ഗോഡൗണിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഓർഡർ അനുസരിച്ച് വണ്ടികൾ കയറ്റി വിടുന്നത് കഴിഞ്ഞിട്ട് അതിന് ബാലൻസ് ഉള്ളത് മാത്രമേ ഇറക്കി വെക്കത്തുള്ളൂ. ഇവിടെ നമുക്ക് ഭാഗ്യം ഉണ്ടായതുകൊണ്ട് ശനിയാഴ്ച ആയതുകൊണ്ട് നാളെ സൺഡേ അല്ലേ, അപ്പം ഇവിടെ ഇറക്കി പിന്നെ ഇവിടെ കിടന്നു പോകും. പിന്നെ തിങ്കളാഴ്ചയെ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ ഇറക്കി വിട്ടു. ഇറക്കി എല്ലാം അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഒരുപാട് ഗോഡൗൺ വെളിയിലും ഉണ്ട്. ഗോഡൗൺ എന്ന് പറയുമ്പോൾ ഇതേപോലെ റൂം ഒരുപാടുണ്ട്. അപ്പം ഇത് നേരത്തെ എൻ്റെ മുന്നേ വന്ന വണ്ടിയിൽ നിന്ന് ഇറക്കി വെച്ച സിമെൻ്റാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങിപ്പോയി ഇവിടുത്തെ ഒരു വ്യൂ കാണിക്കാൻ ഗൈസ്. വ്യൂ എന്നൊന്നും പറയാനില്ല, മൊത്തം ഗോഡൗണാണ്. അങ്ങനെ നല്ല വിസ്തീർണമുള്ള ഒരു ഗോഡൗണാണ്. നല്ല സ്പേസും വണ്ടി തിരിക്കാനായാലും വളയ്ക്കാനായാലും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗോഡൗണാണ്. പക്ഷെ ഒരു കടയ്ക്കാണ് പാട്. കടയും ഒന്നുമില്ല. നമ്മൾക്ക് കഴിക്കണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയാലും ഒന്ന് ഇറക്കി വിടണമെന്നുള്ള രീതിയിലായിരുന്നു ഞാനും നിൽക്കുന്നത്. എന്തായാലും ഭാഗ്യം കൊണ്ട് നമ്മുടെ ലോഡ് ഇറക്കി വിട്ട് ഇന്ന് തന്നെ നമുക്ക് പോകാമെന്നുള്ള റെഡി ആയിട്ടുണ്ട്. അൾട്രാടെക് ആണ് ഇവിടെ കൂടുതലും വരുന്നത്. അൾട്രാടെക്കിന് 2 വണ്ടി ലോഡ് ഇറങ്ങി പോയി. ആ കിടക്കുന്ന ഒരു വണ്ടിയേ ഉള്ളൂ. ആ വണ്ടിയും കൂടെ അവർ വൈകിട്ടത്തേക്ക് ഇറക്കി വിടും. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് ഈ ഗോഡൗണിൽ 4 വണ്ടിയാണ് വന്നത്. അതിൽ ശങ്കറിന്റെ സിമെന്റ് കൊണ്ട് വന്നത് നമ്മൾ മാത്രമാണ്. അൾട്രാടെക് ശങ്കർ മേടിച്ചു ഗൈസ്. ഇനി ശങ്കറിന്റെ പേരൊക്കെ മാറും, അൾട്രാടെക് എന്നാവും. നമ്മുടെ കമ്പനിയിലെല്ലാം ബോർഡെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സിമെന്റിന്റെ ഒക്കെ പേര് മാറും. ഇനിയിപ്പോൾ അൾട്രാടെക് ആവും നമ്മുടെ സിമെന്റ്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്കും അവിടെ ചെന്നിട്ടും കാണിക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.